തൃശൂരിന്റെ മണ്ണിലും മനസ്സിലും ഇനി പൂരാവേശം. പതിനായിരങ്ങളെ സാക്ഷിയാക്കി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. കാസർഗോഡ് മോക്ക് പോൾ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഒരു സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതം. അധികമായി വിവിപാറ്റ് സ്ലിപ്പ് പുറത്തുവന്നതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയതെന്നും സഞ്ജയ് കൌൾ. പിണറായിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ബിജെപിക്കെതിരെ പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല. പല മുഖ്യമന്ത്രിമാരും ജയിലിൽ കഴിയുമ്പോൾ പിണറായിയെ ചോദ്യം ചെയ്യുന്നത് പോലുമില്ലെന്ന് രാഹുൽ ഗാന്ധി. കെ ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ 4 കേസുകൾ. ഇന്ന് കേസെടുത്തത് 2 മുസ്ലിം ലീഗുകാർക്കെതിരെ. LDFിന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ. കോൺഗ്രസിനെതിരെ വിമർശനവുമായി യെച്ചൂരിയും പിണറായിയും. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് ലത്തീൻ സഭ. ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ഭരണഘടനാ മൂല്യം സംരക്ഷിക്കപ്പെടണമെന്നും സഭ. വർഗീയ ധ്രുവീകരണത്തിനെതിരെ പൊരുതുന്നവർക്ക് വോട്ടെന്നും ലത്തീൻ സഭ. പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് വടകര സ്വദേശി ബാബു, കതിരൂർ സ്വദേശികളായ രജിലേഷ്, ജിജേഷ് എന്നിവർ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയി.